ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്ന പരിപാടിയാണ് നബി തങ്ങളോടുള്ള ഇസ്തിഗാസ. നബി തങ്ങളെ വിളിച്ച് സഹായം തേടൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം കാണിക്കുന്ന പരിപാടിയാണെന്ന് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്ദുററുൽ കാമിന എന്ന കിതാബിലും മറ്റൊരുപാട് പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. എനിക്ക് നല്ല ബഹുമാനമുള്ള എൻ്റെ ബാപ്പ, ആ ബാപ്പയോട് പോയിട്ട് ഞാൻ പറയുന്നു, ബാപ്പ എനിക്ക് വളരെ വിഷമുണ്ട്, അതുകൊണ്ട് ബാപ്പ എനിക്കൊരു ഷർട്ട് വാങ്ങി തരണം പറയുമ്പോ എനിക്കൊരു അഭിമാനക്കുറവുണ്ടാവില്ല. എൻ്റെ ബാപ്പാനോട് ഞാൻ പറയും, ഒരഭിമാനക്കുറവുണ്ടാവില്ല. ഇതേപോലെ ഒരു ശിഷ്യൻ വളരെ ബഹുമാനിക്കുന്നു. ഉദാഹരണത്തിന് ഞാൻ മഹാനായ ശൈഖുന കാന്തപുര ഉസ്താദിനോട് പറയാം, ഉസ്താദെ എന്നൊരു വിഷയത്തെ സഹായിക്കണേ, അതിന് എനിക്കൊരു വിഷമം ഉണ്ടാവില്ല. എൻ്റെ ഉസ്താദിനുള്ള ഞാൻ പറയും, എനിക്കതിൽ അഭിമാനം ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഞാൻ മനസ്സുകൊണ്ട് ബഹുമാനിക്കാത്ത ഒരാൾ, ഒരു പുത്തൻവാദി, ഒരു സെലഫി, അവനോട് പോയിട്ട് എനിക്കൊരു കുപ്പായി മാറ്റി തരണോന്ന് പറയാൻ എന്നെ കിട്ടുമോ? നിങ്ങൾ ആരെങ്കിലും കിട്ടും? എന്താ? അവനോട് ബഹുമാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുപ്പായം തീരെ ഇട്ടില്ലെങ്കിൽ തിരക്കല്ല, പാട്ടിന് കിടന്നാൽ തിരക്കല്ല, അവനോട് ചോദിക്കൂലെന്നല്ലേ നമ്മൾ പറയാ. കാരണം എന്താണ്? അവനോട് സ്നേഹവും ബഹുമാനവും ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളോട് സ്നേഹവും ബഹുമാനവും ഉണ്ടോ? എന്നാൽ ആ നബി തങ്ങളെ വിളിച്ച് സഹായം തേടും. അതല്ലേ കുല്ലി ശഫീഅൻ യൗമ ലദു ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ സവാദ് ബിൻ ഖാരിബി. സഹാബിയായ സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയുന്നു, നബിയേ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് രക്ഷപ്പെടുത്തണേ. അത് തന്നെയല്ലേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വഫാത്തായി കിടക്കുന്ന സമയത്ത് മഹാനവറുകൾ ഓടി വന്നു, നബി തങ്ങളെ മുഖത്ത് നിന്ന് തുണിയൊന്നെടുത്ത് നീക്കി മുഖത്തൊന്ന് ചുംബിച്ച് വിങ്ങിപ്പൊട്ടി കരയുന്നു. ആ സമയത്ത് നബി തങ്ങളോട് പറയുന്നു, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്റെ ബാപ്പയും ഉമ്മയും ഒക്കെ അങ്ങേക്ക് സമർപ്പിക്കും നബിയെ. എനിക്ക് എന്റെ ബാപ്പയെക്കാളും ഉമ്മയെക്കാളെല്ലാം ഏറ്റവും ബന്ധപ്പെട്ട് തങ്ങളാണ് നബിയെ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഖുർആനല്ലേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ പറയുന്നു, അൽമൽ മൗതത്തുല്ലതി കുതിബത് അലൈക ഫഖദ് മുത്തഹാ. അല്ലാഹു തങ്ങൾക്ക് കണക്കാക്കിയ മൗത്ത് തങ്ങൾ മൗത്തായി കഴിഞ്ഞു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ജീവിതകാലത്ത് സംസാരിക്കും പോലെ തന്നെ വിളിച്ച് സംസാരിക്കുകയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അതേ സമയത്ത് പുത്തൻവാദി പറയുന്നു, വഫാത്തായതിനു ശേഷം വിളിച്ചൂടാ, പറഞ്ഞൂടാ. അങ്ങനെയാണോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്? ഇനി നിങ്ങൾ നോക്കൂ, ആ ഹദീസിന്റെ ബാക്കി ഭാഗം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയും കൂടി കാണാം, ഉദ്കുറുനാ ഇൻദ റബ്ബിക, തങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ തങ്ങൾ ഓർമ്മിക്കണേ. അതേ തങ്ങളിൽ ഞങ്ങളെ കാര്യം പറയണേ. വൽനകും ബിബാലിക, തങ്ങളെ മനസ്സിലെപ്പോഴും ഞങ്ങൾ ഓർമ്മയിലുണ്ടാകണേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ നബിയെ വിളിക്കുന്നു. അതാ പറയുന്നു, വഫാത്തായവരെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സലഫി ഇവിടെ പ്രസംഗിച്ച് നടക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇസ്രാ മിറാജിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചില്ലേ? ആ മിറാജിന്റെ രാത്രിയിൽ, ഇസ്രായിന്റെ രാത്രിയിൽ നബി തങ്ങൾ മിറാജിന് വേണ്ടി ആകാശ ലോക